കേവലം 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുക എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിൻ്റെ സാങ്കേതികപരമായ കാര്യങ്ങൾ നോക്കിയാലും ഒരു കുടുംബത്തിൻ്റെ വൈകാരികമായ കാര്യങ്ങൾ നോക്കിയാലും എത്രത്തോളം വലുതാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. അതിൻ്റെ വ്യാപ്തി പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മസ്തിഷ്ക മരണം സംഭവിച്ച് അവയവങ്ങൾ ദാനം ചെയ്ത 10 മാസം മാത്രം പ്രായമുള്ള ആലൻ ഷെറിൻ എന്ന കുഞ്ഞിന് ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് കേരള സംസ്ഥാനം ഇന്ന് വിട നൽകിയത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞിന് ആലിൻ്റെ കരൾ പകത്ത് നൽകിയിട്ടുണ്ട്. ആ ശസ്ത്രക്രിയ വിജയകരമായി എന്നുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അതോടൊപ്പം SITയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 10 വയസ്സുകാരന് ആലിൻ്റെ വൃക്കകളും നൽകി കഴിഞ്ഞു. ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞെങ്കിലും കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന രീതിയിൽ ആലൻ ഷെറിൻ്റെ പേര് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ ഇന്ന് ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് ആലിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടന്നത്. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ ഒരുപോലെ കാത്തിരുന്ന T20 ലോകകപ്പിലെ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീലങ്കയിലെ കൊളംബോ സ്പിൻ പിച്ചിൽ. ടോസ് നേടിയ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഇന്ത്യൻ ടീമിന് ബാറ്റിങ്ങിനായി വിടുകയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും നടന്ന ഇന്ത്യ-പാകിസ്ഥാൻ മത്സരങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും താരങ്ങൾ തമ്മിൽ ഹസ്തദാനം നൽകിയിരുന്നില്ല എന്നുള്ളൊരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നതാണ്. ഇന്നും ഇത് തന്നെയാണ് നടന്നത്. എൻട്രി ടൈമിൽ പരസ്പരം ഹസ്തദാനം നൽകിയില്ല എന്ന് മാത്രമല്ല, ഇരു രാജ്യങ്ങളുടെയും ക്യാപ്റ്റന്മാർ മുഖത്ത് പോലും നോക്കിയില്ല എന്നുള്ളതും വലിയ ചർച്ചയാവുകയാണ്. ദുബായിലെ അതിതീവ്രമായ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പുതിയൊരു സംവിധാനം കൂടി നിലവിൽ വരുന്നു. ട്രാക്ക്ലെസ് ട്രാം എന്നുള്ളൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായ് RTA. ദുബായിലെ ഏറ്റവും തിരക്ക് നിറഞ്ഞ പ്രധാനപ്പെട്ട 8 കേന്ദ്രങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു ട്രാക്ക്ലെസ് ട്രാം സംവിധാനം വരുന്നത്. അതോടൊപ്പം ബസ്സുകൾക്കും ടാക്സികൾക്കും വേണ്ടിയുള്ള പ്രത്യേകമായി വിപുലീകരിച്ച പാതകൾ കൂടി വരുന്നത് തിരക്കിന് വലിയൊരു ആശ്വാസമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 വർഷത്തിനുള്ളിൽ ഈ ഒരു പദ്ധതി പൂർത്തിയാക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ട്രാക്ക്ലെസ് ട്രാം സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒരു കൺവെൻഷണൽ ട്രാം സംവിധാനത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇതിന് പ്രത്യേകമായൊരു റെയിലിൻ്റെ ആവശ്യമില്ല. റോഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പെയിൻറ്റിങ്, ആ മാർക്കിങ്ങുകൾ ക്യാമറയിലൂടെ ഡിറ്റക്ട് ചെയ്ത് ഇത് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പൂർണ്ണമായും കറണ്ടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എക്കോ ഫ്രണ്ട്ലിയാണ്. ബസ്സിനേക്കാൾ 3 മടങ്ങിലധികം ആളുകളെ ഉൾക്കൊള്ളാനും സാധിക്കും. ഒരേ സമയം 300ഓളം ആളുകളെ വഹിക്കാനുള്ള ശേഷിയും ഈ പുതിയ ട്രാക്ക്ലെസ് ട്രാം സംവിധാനത്തിനുണ്ട്. ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് 2026 ഫെബ്രുവരി 15 ഞായറാഴ്ച. Night Updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Aryan Bakers, eLessons.net, Kisa Floor Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent-A-Car, Ayurmana Ayurveda, Dr. Rasina Ayurvedic Clinic, Hain Golden Diamonds, Choco World, Abu Dhabi.